എന്താടി എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നേ? നീ ഡ്രസ്സ് മാറിയില്ലേ? ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പോയിട്ടോ. അപ്പുവിനെ കാണിക്കാൻ നമുക്ക് പോകാന്ന് നമ്മൾ 4 പേര് ഒരുമിച്ച് തീരുമാനിച്ചതല്ലേ? പിന്നെ ഇപ്പൊ എന്താ? എനിക്കൊന്നിനും കഴിയില്ല ആയിഷേ. നിങ്ങൾ പോയെടുക്ക. അതൊന്നും പറഞ്ഞാ പറ്റില്ല. നീ ഇല്ലാതെ എങ്ങനെയാ ഞങ്ങൾ ഓണക്കോടി എടുക്കാൻ പോവാ? വേഗം എണീറ്റേ. നല്ല കിടിലൻ ഡ്രസ് എടുക്കാം നമുക്ക്. പ്ലീസ് എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് തീരെ വയ്യ. എങ്കിൽ പിന്നെ ഞങ്ങളും പോകുന്നില്ല. അതെ, നിന്നെ ഇവിടെ തനിച്ചാക്കി ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. സത്യം, നിനക്ക് ഓണം ഇല്ലെങ്കിൽ ഞങ്ങൾക്കും ഇല്ല. ആരും ഡ്രസ് എടുക്കണ്ട. നമുക്ക് ഈ മുറി തന്നെ കുത്തിയിരിക്കാം. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ഞാൻ കാരണം നിങ്ങളുടെ സന്തോഷം കൂടി ഇല്ലാതാകുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ പോണം. പറ്റില്ല. നീ ഇല്ലാതെ ഞങ്ങൾ എങ്ങോട്ടും ഇല്ല. അത് ഞങ്ങളുടെ തീരുമാനം. എന്റെ സങ്കടങ്ങളെ ഞാൻ തന്നെ അനുഭവിച്ചോളാം. പക്ഷെ നിങ്ങളുടെ ഓണം മുടങ്ങരുത്. നിങ്ങളെങ്കിലും സന്തോഷമായിട്ട് ആഘോഷിക്കണം. ഇത്രയെങ്കിലും എന്നോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം. നിങ്ങൾ പോയി ഡ്രസ്സ് എടുത്തിട്ട് വാ. ശരി, നീ ഇത്രയും നിർബന്ധിക്കുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ പോവുക. പക്ഷെ നീ ഇങ്ങനെ കരഞ്ഞിരിക്കരുത് കേട്ടോ. ആറു, നീ എന്താ അവരുടെ കൂടെ പോവാത്തെ? നീ എന്തൊക്കെ എന്നിൽ നിന്ന് മറിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതെന്താന്ന് ചോദിച്ച് ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല. പക്ഷെ ഈ ഓണക്കാലത്ത് നിന്റെ മനസ്സിലെ ഭാരം ഒന്നിറക്കി വെച്ച് ജീവിതത്തെ പ്രതീക്ഷയോടെ കാണാൻ ശ്രമിച്ചൂടെ? നാട്ടില് നിന്റെ കൂടെ ഓടിയും ചാടിയും കുറുമ്പ് കാണിച്ചു നടന്നിരുന്ന പാറുമല്ല ഇപ്പൊ നിന്റെ മുന്നിലുള്ളത്. ഞാൻ ഒരുപാട് മാറിയപ്പോ എന്റെ സാഹചര്യങ്ങൾ എന്നെ മാറ്റി എന്ന് പറയുന്നാവും കൂടുതൽ ശരി. എന്റെ ജീവിതത്തില് ഇനി ഒരു സന്തോഷമോ ആഘോഷമോ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ ജീവിതത്തിൽ ഇനി സന്തോഷമില്ല, ആഘോഷമില്ലെന്നൊക്കെ നീ തീരുമാനിച്ചാൽ മതിയോ? അത് ദൈവനിശ്ചയല്ലേ. നടക്കാൻ പോകുന്നതൊന്നും നമുക്ക് ഇപ്പൊ കാണാൻ കഴിയില്ലല്ലോ. നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങളെല്ലാം അവസാനിച്ച് നിനക്കൊരു നല്ല ഭാവി ദൈവം കാത്തുവെച്ചിട്ടുണ്ടെങ്കിലോ? എന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഇല്ലപ്പോ. നിന്റെ ദൃഷ്ടിയിൽ പരിഹാരമുണ്ടാകില്ല, പക്ഷെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പരിഹാരമുണ്ടെങ്കിലോ? ദൈവത്തെ വിശ്വസിക്കൂ. നല്ലവര് ദൈവം പരീക്ഷിക്കായിരിക്കും, പക്ഷെ ഒരിക്കലും കൈവിടില്ല. എത്തിയോ? ഒരുപാടുണ്ടല്ലോ. ഓണമായിട്ട് എന്റെ വിരുന്നുകാർക്കൊക്കെ ഞാൻ ഓണക്കോടി കൊടുക്കുന്നുണ്ട്. ആഹാ, ഈ സാരി കൊള്ളാലോ. ഇത് ഞാൻ വാങ്ങിയതല്ല, പിന്നെ പ്രിയൻ പാർവതിക്ക് വേണ്ടി വാങ്ങിച്ച സാരിയാണിത്. അവൻ കൊടുത്ത അവള് വാങ്ങില്ല എന്ന് പറഞ്ഞ് അവൻ എന്നെ ഏൽപ്പിച്ചതാ. ഞാൻ കൊടുത്ത അവള് വാങ്ങുന്ന അവന്റെ പ്രതീക്ഷ. എന്തായാലും പ്രിയനും കുടുംബം നാളെ വരട്ടെ, ബാക്കി അപ്പം നോക്കാം. അവരെന്തിനാ വരുന്നേ? ഇങ്ങനെ റോഡിലൂടെ പോകുന്നവരെയെല്ലാം എന്തിനാ കൈലാഷ് നമ്മുടെ ഫാമിലി മാത്രം പങ്കെടുക്കുന്ന ഓണാഘോഷത്തിൽ പങ്കെടുപ്പിക്കുന്നത്? അങ്ങനെ നോക്കുകയാണെങ്കിൽ നീയും ഈ കുടുംബത്തിന്റെ ഭാഗമല്ലല്ലോ. കൈലാഷ്, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അവളെ ഞാൻ
ഈ വീട്ടിലെ മരുമകളായിട്ടാ കാണുന്നത്. അത് മമ്മി മാത്രം കണ്ടാ പോരല്ലോ.